ഹലോ ഡിയേഴ്സ്, സൈറൻ ഫാഷൻ കോർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ തമ്പനയിൽ കൊടുത്തിരിക്കുന്ന പോലൊരു നെക്ക് ഡിസൈനാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ആദ്യം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 പീസ് നമുക്ക് വേണം. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ കുർത്തിക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നോ അതുപോലെയാണ് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും എല്ലാം കോളർ കുർത്തിക്ക് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് എങ്ങനെ കൊടുക്കുന്നോ ആ ഒരു വിഡ്ത്തിൻ്റെ കണക്കിനാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴും അത് കണക്കാക്കി കൊടുക്കുക. ഓക്കെ, ഫ്രണ്ടിലെ നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചാണ് ഞാനവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴേക്ക് നമ്മളൊരു 13 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ടോട്ടൽ 13 ഇഞ്ച് എടുത്ത് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ നെക്കിൻ്റെ ലെങ്ത്തിൻ്റെ അവിടെയായിട്ടൊരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ലൈനും, അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറേക്ക് ഒരു 1 ഇഞ്ച് ഗ്യാപ്പിലും ഒരു ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ലൈൻ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൈനിനെ നമ്മൾ ലെങ്ത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഒരു 8 ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്നത്. ആ ലെങ്ത്ത് എവിടെയാണോ എത്തി നിൽക്കുന്നത് അവിടെ ഒരു 1/2 ഇഞ്ച് മാത്രമാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫോൾഡ് ചെയ്തിട്ടാണല്ലോ ഇട്ടിരിക്കുന്നത്, മടക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കത് 1 ഇഞ്ചായിട്ട് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. മേലെ ഞാൻ ചെറിയൊരു പീസ് അവിടെ നിർത്തുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് അവിടെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ കട്ട് ചെയ്ത് നിർത്തുന്നത് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് ആ നെക്കിൻ്റെ ലെങ്ത്ത് എവിടെയാണോ കാണിച്ചിരിക്കുന്നത് ആ ഒരു ലെങ്ത്ത് ഷേപ്പ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കണക്കാക്കി ഒന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കുറച്ച് പോർഷൻ മാത്രമാണ് ഇപ്പോൾ കട്ട് ചെയ്ത് ആ റൗണ്ടിൻ്റെ ആ പോർഷനിലേക്ക് നിർത്തിയേക്കുന്നത്. പിന്നെ താഴേക്കാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ റൗണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, നെക്കിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് ആ ഒരു ലൈൻ അനുസരിച്ച് കട്ട് ചെയ്ത് ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ. ഞാനപ്പോൾ ഫ്രണ്ടിലേക്കുള്ള ലൈൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലൈനിൽ കൂടി വരച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ 1/2 ഇഞ്ച് മാത്രമാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നിടത്ത് നമ്മൾ മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആ പീസിനെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്രണ്ടിലേക്ക് വെക്കാനായിട്ട് 2 പീസ് ആവശ്യമുണ്ട്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ആ ഒരു പീസിനെ റിമൂവ് ചെയ്യണം കേട്ടോ, അവിടെ നിന്ന് ഒഴിവാക്കണേ. ഇനി നമുക്ക് ആ ബാൻഡ് പോലെ ഫ്രണ്ടിലേക്ക് ആവശ്യമായ പീസാണിത്. 1 ഇഞ്ചാണ് നമ്മളവിടെ അതിന് വീതി കൊടുത്തിരിക്കുന്നത്. ലെങ്ത്തായിട്ട് നമുക്ക് ആ 8 ഇഞ്ചാണ് അവിടെ ലെങ്ത്തായിട്ട് ആവശ്യമെങ്കിലും ഒരു 2 ഇഞ്ചും കൂടി കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒന്ന് അയൺ ചെയ്ത് സെറ്റാക്കി എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ആ പീസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ആ പീസിനെ നമ്മളൊന്ന് നമ്മുടെ ആ ടോപ്പിൻ്റെ പീസിലേക്ക് സെറ്റാക്കി കൊടുത്തതിന് ശേഷം കഴുത്തിന് വെച്ച് കൊടുക്കാൻ ആവശ്യമായ ആ ഒരു പീസിനെ കഴുത്തിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ തുണിയിൽ മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ക്യാൻവാസ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. തുണിയിൽ സെയിം ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ശേഷം അതവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഒരു ഫുൾ പോർഷനായിട്ട് കിട്ടുന്നത്. ബാക്ക് നെക്ക് നമ്മൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവിടെ കോളർ വെച്ചിട്ടില്ല, ഡീപ്പായിട്ട് കട്ട് ചെയ്തിട്ടില്ല, ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ബാക്കിൽ നെക്ക് കട്ട് ചെയ്യാതെ തന്നെ ജസ്റ്റ് ഷോൾഡർ ജോയിൻ ചെയ്ത് അവിടെ ഒരു പീസ് വെച്ച് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നെക്സ്റ്റ് ഡേ എപ്പോഴെങ്കിലും കാണിക്കാം നമുക്ക് ഒഴിവുള്ളപ്പോൾ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.